ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. 2024 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നിന്നും വന്ന ഒരു PYQ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ദാറ്റ് മീൻസ് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് എന്ന് വിചാരിച്ച് നേരെ പോയി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് 7π/6 ആണെന്ന് പറഞ്ഞ് 7π/6 അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ തെറ്റായി പോകും. നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുള്ളിലുള്ള ആളായിരിക്കണം. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π ആണ്, അതായത് 0 to 180 ആണ്, 0 to 180 ഡിഗ്രിയാണ്. 7π/6 എന്ന് പറയുമ്പോൾ π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. 7 into 30 എന്ന് പറയുമ്പോൾ 210 ഡിഗ്രി വരും. അത് ഔട്ട് ഓഫ് ദി റേഞ്ച് ആണ്, ഔട്ട് ഓഫ് ദി നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് അപ്പുറമാണ്. അപ്പൊ നേരെ കൊണ്ടുപോയി നമുക്ക് 7π/6 എന്ന് എഴുതാൻ പറ്റില്ല, നമ്മൾ അതിനെ മാറ്റി സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതണം. സോ കോസ് ഇൻവേഴ്സ് കോസ് 7π/6 നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 7π/6 നമുക്ക് 7π/6, 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇനി ആരാ വരുന്നത്? 12π ആണ് അല്ലെ. 6π പിന്നെ വരുന്നത് 12π ആണ്. അപ്പൊ 7π നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 12π - 5π ഡിവൈഡഡ് ബൈ 6. കണ്ടോ, ആ 12π എവിടുന്ന് കിട്ടി? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 12π - 5π ഇതിനെ രണ്ടായിട്ട് മാറ്റി കഴിഞ്ഞാൽ 12π/6 എന്നും വരും. 12π/6 എന്ന് പറയുമ്പോൾ അത് 2π ആയി. ബാക്കി വരുന്നത് -5π/6 ആണ്. അതായത് 7π/6 എനിക്ക് 2π - 5π/6 എന്ന് എഴുതാം. സോ ദിസ് ബിക്കംസ് എന്തായിട്ട് മാറി? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2π - 5π/6 എന്നായിട്ട് മാറി. സോ 2π - 5π/6 അത് നമുക്കറിയാം. കോസ് ഓഫ് 2π - x എന്ന് പറയുന്നത് കോസ് ഓഫ് 2π - x എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന റിസൾട്ട് ആണ്. കോസ് 2π - x എന്ന് പറഞ്ഞാൽ കോസ് x ആണ്. അതുകൊണ്ട് തന്നെ 2π - 5π/6 എന്തായിട്ട് മാറി? ദിസ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 5π/6 ആയിട്ട് മാറി. കണ്ടല്ലോ, 5π/6 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിൽ വരും. കാരണം π/6 30 ആണ്, 5π/6 150 ഡിഗ്രി ആണ് വരിക. അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഈസ് 5π/6.